നമസ്കാരം കുട്ടികളെ, റീഗൽ ആക്മി കോളേജിന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NAOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ഇംഗ്ലീഷ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള പുതിയൊരു ചാപ്റ്ററാണ് നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികളും മാർച്ചിലേക്ക് വേണ്ടിയുള്ള പരീക്ഷ തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. TMA വയ്ക്കേണ്ട ഡേറ്റ് അടുത്ത് വരുന്നുണ്ട്. എക്സാം ഫീസൊക്കെ അടച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, തിയറി പോർഷൻ കൂടെ ഒന്ന് കവർ ചെയ്ത് പോകേണ്ടതാണ്. എല്ലാവരും പരീക്ഷാ ഫീസൊക്കെ അടച്ചതിന് ശേഷം TMA സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് തിയറിയിലോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്നും എല്ലാ കുട്ടികളും അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മൾ NAOSൽ നമ്മൾ ഇംഗ്ലീഷ് ചാപ്റ്റർ, അതായത് ഓഫ് സ്റ്റഡീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതായത് കഴിഞ്ഞ മുൻ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ഇതിപ്പോൾ പുതിയ സിലബസിൽ നമുക്ക് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതിന്റെ നമുക്ക് സമ്മറി നോക്കുകയാണെങ്കിൽ, ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അതായത് ഇംഗ്ലീഷ് ഫിലോസഫർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ എന്ന അദ്ദേഹമാണ് ഈ ഒരു ഓഫ് സ്റ്റഡീസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ആ ഒരു പേരിന് തന്നെയുണ്ട്. ഓഫ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ സ്റ്റഡിയെ കുറിച്ചാണ്, അല്ലെ? ഈ പഠനം അല്ലെങ്കിൽ നമുക്കുള്ള ഒരു കഴിവ്, വിദ്യാഭ്യാസം, ഇതിനുള്ള മേന്മ. ഒരു സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? റീഡിംഗ് ഉണ്ടായിരിക്കും, റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫറായ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ആ ഫിലോസഫർ നമുക്ക് വേണ്ടി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു സ്റ്റഡി കൊണ്ട് നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ സ്വാധീനിക്കുന്നത്, അതിനെന്തൊക്കെ കഴിവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓഫ് സ്റ്റഡീസിൽ പറയുന്നത്, കൂടാതെ ഈ നമ്മുടെ ഫിലോസഫർ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സൽ ട്രൂത്തുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ട്രൂത്ത്, ഡെത്ത്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ഓഫ് സ്റ്റഡിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വായന എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് കവി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കഴിവ് നമുക്ക് പുറത്ത് കൊണ്ടുവരുന്നെങ്കിൽ എന്താണ്, വായനയിലൂടെ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ കഴിവ് നമുക്ക് കൊണ്ടുവരേണ്ട. ഒരു വായന എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മൾ മെയിൻ ആയിട്ട് 3 ഘടകങ്ങളാണ് നമുക്ക് അതിൽ കൂടെ കിട്ടുന്നത്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് അതിനുള്ള എന്തുകൊണ്ട് എങ്ങനെ വായിക്കും, അല്ലെങ്കിൽ വായനയിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവേണ്ടത് ഓർണമെന്റ്സ്, മീൻസ് നമുക്കൊരു എബിലിറ്റി ഉണ്ടാവണം, അതിനൊക്കെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം, പിന്നെ ഓർണമെന്റ്സ്, അല്ലെ, അബ്നോർമൻസ് എന്ന് പറയുന്ന സംഭവം, ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വായനയിലൂടെ അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണ്? ഡിലൈറ്റ് മീൻസ് എന്താണ്, നമുക്ക് ഡിലൈറ്റ് എന്ന് വെച്ചാൽ ഉത്സാഹപൂർണമായ അല്ലെങ്കിൽ സന്തോഷം, എൻജോയ്മെന്റ്, ഇതാണ് ഡിലൈറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വായനയിലൂടെ നമുക്ക് എന്താണ്, ആ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് തമാശ രൂപത്തിലുള്ള, നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും മാറ്റി വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നല്ല രീതിയിൽ വായിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എന്താവും, റിലീഫ് ആവും, എൻജോയ്മെന്റ് ആവും. പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ എൻജോയ്മെന്റിന് അനുസരിച്ച് നമുക്ക് ബുക്കുകൾ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം, വായിക്കാം. അതാണ് ഇൻസൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സ് മീൻസ് എന്താണ്, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു മീൻസ് നമ്മുടെ ഇപ്പൊ ഒരു ശരീരത്തിലാണെങ്കിൽ ഒത്തിരി ഓർണമെന്റ്സ് കിടക്കുന്ന എന്താണ്, അലങ്കാരമാണ്. പക്ഷെ കൂടിപ്പോയി എന്താണ്, അതൊരു ചേർച്ചയില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് മീൻസ് നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്റ്റഡി നമുക്ക് എന്താണ്, ഒരു അലങ്കാരം കൂടെയാണ്, അല്ലെ? ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇത്രത്തോളം ഉണ്ടെന്ന് പറയുന്ന ഒരാളിന് ഒരു അലങ്കാരം തന്നെയാണ്. അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചു, ഏതാണ്? ഡിലൈറ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഓർണമെന്റ് എന്ന് പറയുന്ന സംഭവം. മൂന്നാമത് കഴിവ്, എബിലിറ്റി. ഈ എബിലിറ്റിയും കൈവരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഓഫ് സ്റ്റഡീസ് മീൻസ് സ്റ്റഡിയിൽ കൂടെ മാത്രമേ ഒരു കഴിവ് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്കത് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രശോഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു സ്റ്റഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയണം. ഒരു വായന കൊണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഡിലൈറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ഓർണമെന്റ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നുണ്ട്, പിന്നെ എബിലിറ്റി. ഈ 3 മെയിൻ ആയിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്കാണ് ഡിലൈറ്റ് എന്ന് വെച്ചാൽ എൻജോയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നു. അടുത്ത എൻജോയ്മെന്റ് ആൻഡ് എന്റർടൈൻമെന്റ് മീൻസ് അതെല്ലാം എന്താണ് വരുന്നത്, ഒരു വായനയിലൂടെ നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ ഓർണമെന്റ്, അതിന്റെ എന്താണ്, നമ്മുടെ അലങ്കാരത്തിന് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സ്റ്റഡി നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്നു. പിന്നെ മൂന്നാമത്തെ എബിലിറ്റി, അതിനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ടാക്കുന്നു. ഇത് 3 കാര്യങ്ങൾ നമുക്ക് ഓഫ് സ്റ്റഡീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനത്തെ രീതിയിലുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബുക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, കവി പറയുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ
തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ മാത്സ് ആണ് ഒരാൾക്ക് ഇഷ്ടം, അയാൾ എന്തിനാണ് പ്രശോഭിക്കുന്നത് വെച്ചാൽ ആ മാത്സ് ഒരു ബുക്ക് അയാളിപ്പോ വായിച്ചു, അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് അതിയായ പഠനം നടത്തി. ആ മാത്സ് നമുക്ക് എന്താണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠ തരുന്നു, അല്ലെ? കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സമയം കറക്റ്റായിട്ട് രീതിയിൽ പരിപാലിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് മാത്സിലൂടെ കിട്ടുന്നുവെന്ന് നമ്മുടെ ഫിലോസഫർ പറയുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ് നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തത്വശാസ്ത്രപരമായിട്ട് ചിലവർക്ക് എന്താണ് ഫിലോസഫി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ചിലവർക്ക് പോയട്രി ഇഷ്ടമാണ്. അപ്പോൾ ഏത് സബ്ജക്ട് എടുത്താലും ഇപ്പോ മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലോസഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, പോയട്രി ആവട്ടെ, ഏത് തന്നെ എടുത്താലും ഓരോരുത്തർക്ക് ജീവിതത്തിൽ അത് അതിൻ്റെതായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മുടെ ഫിലോസഫർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ബുക്ക് പലതരത്തിലുള്ള ബുക്സ് നമ്മൾ വായിക്കാൻ എടുക്കുന്നു. അതിൽ ചില ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോഴത്തെ ജസ്റ്റ് നമുക്കൊന്ന് റിലീഫിന് വേണ്ടി വായിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ടേസ്റ്റ് മാത്രം നോക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ അതിന് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു രസത്തിന് വേണ്ടി ജസ്റ്റ് അത് കൊള്ളാമോ, അല്ലെങ്കിൽ അത് അങ്ങനത്തേക്ക് വേണ്ടി നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ചില ടെക്സ്റ്റുകൾ നമ്മൾ എന്താ നല്ലതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്, അല്ലെങ്കിൽ നമുക്കത് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, നല്ല അരച്ച് കലക്കി, അല്ലെ? സോളോ വിഴുങ്ങുന്ന പരുവത്തിൽ ദഹിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂട് ആൻഡ് സോളോസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പാകപ്പെടുത്തി എടുത്തുന്നത്. അപ്പോഴേ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കുന്നു. രണ്ടാമത്തെ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അതിന് ദഹിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത് വേണം, ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട്, അല്ലെ? ചിലത് എന്താണ് നമ്മൾ വേണ്ടാത്തവ നമ്മൾ അങ്ങ് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2-3 രീതിയിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്കുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നും നമ്മുടെ ഫിലോസഫർ പറയുകയാണ്. ബക്കൺ പറയുകയാണ് എന്താണ്, ബുക്കുകൾ പല രീതിയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ചില ബുക്കുകൾ എന്താണ് നമുക്ക് എന്റർടൈൻമെന്റ് തന്നെ, അതിലെ ടേസ്റ്റ് വേണ്ടി മാത്രം നമ്മൾ നോക്കുന്നു. ചിലത് എന്താണ് നമുക്ക് നമുക്ക് അത് ദഹിക്കാൻ നമുക്ക് ദഹിക്കാൻ വേണ്ടി ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ നോക്കുന്നുണ്ട് എന്നും നമ്മുടെ ഫിലോസഫർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മനുഷ്യനെ എടുത്താൽ അടുത്ത ഫിലോസഫർ പറയുന്നത്, ഒരു മനുഷ്യനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്ലാന്റുമായിട്ട്, നാച്ചുറൽ ഒരു പ്ലാന്റുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നതാണ്. മീൻസ് ഒരു പ്ലാന്റ് നമ്മൾ കുറച്ച് ദിവസം നട്ട് വളരുമ്പോഴത്തേക്ക് അത് കുറച്ച് നല്ലൊരു വളർച്ച എത്തുമ്പോഴേക്കും ഒരു ജസ്റ്റ് എന്താണ് ഒരു മുരൾച്ച ബാധിച്ച ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ വിടുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല മെച്യൂരായിട്ട് അത് പൊടിച്ചു വരുന്നുണ്ട്, അല്ലെ? അതുപോലെ നാച്ചുറൽ പ്ലാന്റ് പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ആ രീതിയിൽ നമ്മുടെ വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് ആ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. ഏത് രൂപത്തിൽ, വായനയായിട്ട്, അറിവ് രൂപത്തിൽ, സ്റ്റഡി രൂപത്തിൽ എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കുക. അയാൾക്ക് അതിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ഭാവിയിലോട്ട് ഒരു കാൽവയ്പ് അല്ലെങ്കിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുമെന്നും നമ്മുടെ ഫിലോസഫർ പറയുന്നത്. അതായത് എന്താണ്, ഒരു നാച്ചുറൽ പ്ലാന്റുമായിട്ട് നമ്മുടെ മനുഷ്യരുടെ അതായത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവിനെ നമ്മുടെ ഫിലോസഫർ കൂടെ താരതമ്യം ചെയ്യുകയാണ് പറയുന്നത്. അതായത് ഇമ്മെച്യൂരിറ്റി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റിന് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് ഡ്രിം ചെയ്യുന്നുണ്ട്, അല്ലെ? അത് ചെയ്തതിന് ശേഷമായിരിക്കും അതെന്ത് ചെയ്യുക, വളരുക. അതുപോലെ മനുഷ്യന്റെ എബിലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ വളരണമെങ്കിൽ ഇതേപോലെ, അതായത് അറിവ് മീൻസ് സ്റ്റഡി കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് നല്ലൊരു മനുഷ്യജീവിയായി, സമൂഹ ജീവിയായി സമൂഹത്തിൽ ശോഭിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ ഫിലോസഫർ പറയുകയാണ് ചെയ്യുന്നത്. അത് അത്രയും കഴിഞ്ഞ് വരുമ്പോഴത്തെ ലാസ്റ്റ് പറയുന്നുണ്ട്, കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ കുറെ ടെക്സ്റ്റുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ഏതൊരു അസുഖത്തിനും, നമ്മുടെ ശാരീരിക അസുഖം പോലെ തന്നെയാണ് എന്താണ് മാനസിക അസുഖം, അല്ലെ? മനോരോഗം. ഈ മനോരോഗത്തിന് ഏറ്റവും നല്ലൊരു മരുന്നെന്ന് പറയുന്നത് റീഡിംഗ് എന്നുകൂടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ ഏതൊരു അസുഖത്തിനും കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെയാണ് പോർഷൻ, ഏതൊരു മനോരോഗത്തിനും ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വായന തന്നെയാണെന്ന് ബക്കൺ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വായനയ്ക്ക്, സ്റ്റഡീസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഓഫ് സ്റ്റഡീസിലൂടെ നമ്മുടെ ഫ്രാൻസിസ് ബക്കൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലോസഫർ നമുക്ക് എടുത്തു കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിന്റെ ജസ്റ്റ് നമ്മൾ പറഞ്ഞ സമ്മറി. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്, 6 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് ജസ്റ്റ് അതുകൂടെ ഒന്ന് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു ടോപ്പിക് മനസ്സിലാവും. ആവശ്യമുള്ളവരുടെ ആണെങ്കിൽ എഴുതിയെടുത്തോളൂ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, what are the 3 uses of studies? How can one experience related studies?
എന്താണ് സ്റ്റഡി കൊണ്ടുള്ള 3 യൂസസ്? നമ്മൾ നേരത്തെ പഠിച്ചു 3 യൂസസ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ പർപ്പസ്. സ്റ്റഡി എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള 3 പർപ്പസ് ആണെന്ന് പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്? വാട്ട് ആർ ദ 3 യൂസസ് ഓഫ് സ്റ്റഡീസ്? നോക്കാം. ദ 3 യൂസസ് ഓഫ് സ്റ്റഡീസ് ഇൻക്ലൂഡ്സ് അമ്യൂസ്മെന്റ്, അഡോൺമെന്റ് ആൻഡ് എബിലിറ്റി. മനസ്സിലായി? നമ്മൾ നേരത്തെ പറയാം ഡിലൈറ്റ്ഫുൾ മീൻസ് അതിന് തന്നെയാണ് പറയുന്നത് അമ്യൂസ്മെന്റ്, വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി അമ്യൂസ്മെന്റ്. രണ്ടാമത്തെ എന്താണ്? അഡോർമെന്റ് മീൻസ് ഓർണമെന്റ് മീൻസ് അഡോർമെന്റ് എന്ന് പറയാം. നമുക്ക് അത് അലങ്കാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ആൻഡ് എബിലിറ്റി കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റഡി കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള 3 ഉപയോഗങ്ങൾ എന്താണ്? ഡിലൈറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് അമ്യൂസ്മെന്റ് എന്ന് പറയാം, ഓർണമെന്റ് അല്ലെങ്കിൽ അഡോർമെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് എബിലിറ്റി. ഈ 3 എണ്ണമാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റഡി കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയോളൂ. സ്റ്റഡീസ് ഡിലൈറ്റ് ആസ് ദ മോസ്റ്റ് വെൻ ഡൺ പ്രൈവറ്റ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്താണ്? ഡിലൈറ്റ് തന്നെയാണ്. അതായത് നമ്മൾ അറിയാം മിക്ക ആൾക്കാരും വായിക്കുമ്പോൾ എന്റർടൈൻമെന്റിന് വേണ്ടി വായിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറച്ച് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനാണ് നമ്മൾ പറയുന്നത്? ഡിലൈറ്റ്. പക്ഷെ 3 മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പർപ്പസ് തന്നെയാണ് ഓഫ് സ്റ്റഡീസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡിലൈറ്റ് മീൻസ് അമ്യൂസ്മെന്റ്, അടുത്ത ഓർണമെന്റ്സ് അഡോർമെന്റ്, ലാസ്റ്റ് വൺ സ്റ്റെബിലിറ്റി. ദിസ് ഈസ് ദ യൂസസ് ഓഫ് സ്റ്റഡീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കമ്പയർഡ് ടു നാച്ചുറൽ പ്ലാന്റ്സ്? നമ്മൾ അതും നേരത്തെ പറഞ്ഞു. എന്തിനാണ് നാച്ചുറൽ പ്ലാന്റ്സുമായിട്ട് നമ്മുടെ ബെക്കൺ ഫിലോസഫർ കമ്പയർ ചെയ്തിരിക്കുന്നതെന്ന്? ഹ്യൂമൻ മൈൻഡ് ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി ആർ കമ്പയർഡ് ടു നാച്ചുറൽ പ്ലാന്റ്സ്. മനുഷ്യന്റെ മനസ്സിനെയും അതിന്റെ ചിന്താഗതിയെയുമാണ് എന്തോന്നായിട്ട് കമ്പയർ ചെയ്യുന്നത്? നാച്ചുറൽ പ്ലാന്റുമായിട്ട് ബക്കൺ കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? ഹ്യൂമൻ മൈൻഡ് ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി. ഓക്കെ, മനുഷ്യന്റെ മനസ്സിനെയും തിങ്കിങ് കപ്പാസിറ്റിയുമാണ് എന്തോന്നായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ നാച്ചുറൽ പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ മൈൻഡ് ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി ആർ കമ്പയർഡ് ദി നാച്ചുറൽ പ്ലാന്റ്സ്. Studies trim the innate immediacies of human thoughts to help on grow, just as the growth as the plant is improved by trimming. അതാണ് പറയുന്നത്. നമുക്കിത് ഇമ്മീഡിയറ്റ് ഒരു മനുഷ്യന്റെ ചിന്താഗതികൾ ഒരു മെച്ചൂരിറ്റിയിൽ എത്തിക്കുന്നത് എന്താണ്? ട്രിം. നമ്മുടെ ഒരു വൃക്ഷം പ്ലാന്റിനെ നമ്മൾ നല്ല മെച്ചൂരിറ്റി ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ട്രിം ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? അത് കറക്റ്റ് ആയിട്ട് ഒരു രീതിയിൽ വളരത്തുള്ളൂ. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ചിന്താഗതികളും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മനുഷ്യ മനസ്സിനെയും ഡ്രിം ചെയ്ത് മെച്ചൂരിറ്റിയിൽ എത്തിക്കുന്നതിന് എന്ത് വേണമെന്നാണ് പറയുന്നത്? സ്റ്റഡീസിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. എന്താണ്? ഒരിക്കൽ കൂടെ, വാട്ട് ഈസ് കമ്പയർഡ് ടു നാച്ചുറൽ പ്ലാന്റ്സ്? ആൻസർ, human mind and thinking capacity are compared to natural plant studies trim the innate immaturities of human thoughts to help on grow, just as the growth of the plant is improved by trimming. Okay, ഒരു മനുഷ്യന് ഡ്രിമ്മിങ്ങിലൂടെ മാത്രമേ അതായത് മെച്ചൂരിറ്റി എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റഡീസ് ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഷുഡ് എ മാൻ സ്റ്റഡി? എന്തുകൊണ്ടാണ് ഒരാൾ എന്താണ് പഠിക്കുന്നതെന്നാണ്. എന്താണ്? ദ മാൻ ഷുഡ് സ്റ്റഡി ടു ലേൺ ടു ഗെയിൻ ഇൻസൈറ്റ് ഫ്രം ദ ഒബ്സർവേഷൻ. മനുഷ്യൻ പഠിക്കുന്നത് എന്തിൽ നിന്നാണെന്നാണ് പറയുന്നത്? മനുഷ്യൻ പഠിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ച, അതായത് നിരീക്ഷണങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ പഠിക്കുന്നത്, അല്ലെ? അതായത് നമ്മുടെ പുസ്തക പഠനം നമ്മൾ അനുഭവമാക്കിയാണ്. ഒരാളുടെ എഴുതി വെച്ച അല്ലേടാ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നിരീക്ഷിക്കുക? നമുക്കൊരു മാത്സ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എടുത്താൽ നമ്മൾ എന്താണ് അതൊക്കെ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് മുതൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വായിക്കുന്നതിലൂടെ നമ്മൾ അതിനെ നിരീക്ഷിക്കില്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ അത് നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്റ്റഡി ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഒരു മനുഷ്യൻ പഠിക്കണം എങ്ങനെയാണ്? നിരീക്ഷണങ്ങളിൽ നിന്നും അവരെ ഉൾക്കാഴ്ച ഉൾക്കൊണ്ട് വേണം ഒരു മനുഷ്യൻ പഠിക്കാവുന്നതായിട്ട് പറയുന്നത്. അടുത്ത് നോക്കിയോളൂ. What kind of books are to be tested? Why kind of books are to be chewed and digested? നേരത്തെ പറഞ്ഞ് ഏത് തരത്തിലുള്ള ബുക്കാണ് ടേസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ ഏത് തരത്തിലുള്ള ബുക്കാണ് നമ്മൾ chewed and digestive ആകുന്നത് എന്നാണ്. നോക്കൂ. ബുക്സ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ് to the simply tested, books of substance and significance are the chewed and digestive to fully extract their meaning and implement in one's life. എന്താണ് പറയുന്നത്? ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഇമ്പോർട്ടൻസ്, സിംപ്ലിസിറ്റി, അതായത്
നമ്മൾ പറയുന്ന വലിയ കാര്യങ്ങൾ സിംപ്ലിസിറ്റി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ബുക്സുകളായിരിക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോ വലിയ രീതിയിലുള്ള ഫിലോസഫി ആയിട്ടുള്ള കാര്യങ്ങൾ മിക്ക ആൾക്കാർക്ക് അത് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ദഹിക്കണമെന്നില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, അതേ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിസിറ്റിയോട് കൂടി ചില ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഒരു ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. ബുക്സ് ഓഫ് സബ്സ്റ്റൻസ് സിഗ്നിഫിക്കൻസ് ആർ അച്ചീവ്ഡ് ആൻഡ് ഡൈജസ്റ്റീവ്. അതായത് ഒരു പദാർത്ഥങ്ങളുടെയോ പ്രാധാന്യത്തിന്റെയോ പുസ്തകങ്ങൾ നമ്മൾ ഒരു പദാർത്ഥങ്ങളായാലും നമ്മൾ നോക്കിയോ, ഒരു പദാർത്ഥങ്ങളായാലും അതിന്റെ പ്രാധാന്യത്തിനുള്ളയായാലും ആ ബുക്കുകൾ എന്ത് ചെയ്യണം, നമ്മൾ ചവച്ചരച്ച്, അതായത് അതിന്റെ അർത്ഥങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നല്ല പൂർണ്ണതയോടെ അത് വേർതിരിച്ചെടുക്കണം. മനസ്സിലായി? ഒരു ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ ചവച്ചരയ്ക്കോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് fully extract their meaning and implement of one's life. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങളും അതിൽ അവയിലിരിക്കുന്ന പിന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അതിൻ്റെതായ ഒരു രീതിയിൽ എടുക്കണം. എന്നാൽ മാത്രമേ അത് അതിനെ നമുക്ക് ദഹിക്കുകയുള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ അത് ആ ഒരു ജീവിതത്തിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് അതിനുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ആ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ ചവച്ചരച്ച് ഒരു പദാർത്ഥത്തിനെ നമ്മൾ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മളൊന്ന് ഫുഡായാലും നമ്മൾ നല്ല ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തത്തുള്ളൂ. അതേപോലെ തന്നെ ഏതൊരു ബുക്സ് ആയാലും എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതായത് ആ ഒരു ഡൈജസ്റ്റീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മീനിങ് ഒക്കെ അത്രത്തോളം അർത്ഥവത്തായ എല്ലാം പഠിച്ചതിന് ശേഷം അതിനെ പൂർണ്ണതയിൽ നമുക്കതിനെ ഡൈജസ്റ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ. അതായത് മനസ്സിലായോ? അപ്പൊ നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ചിലതാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമ്മളത് കളയല്ലോ, ജസ്റ്റ് ഒന്ന് എന്ത് കൊള്ളാം, ഓക്കെ. അടുത്ത മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് നമ്മുടെ അനുഭവത്തിൽ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ദഹിപ്പിക്കും. മീൻസ് നമ്മൾ അതിനെ നന്നായിട്ട് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കും എന്നാണ് ഫിലോസഫർ പറയുന്നത്. അടുത്ത് നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബെക്കൺ, what are the benefits of studying history, poetry, mathematics, natural philosophy, morality, logic and logic? നോക്കിക്കോളൂ എന്താണെന്ന്. അക്കോർഡിംഗ് ബെക്കന്റെ അഭിപ്രായത്തില് ഹിസ്റ്ററി എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, പോയട്രി എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, മാത്തമെറ്റിക്സ് ഇങ്ങനത്തെ വിഷയം, ഫിലോസഫി ആവട്ടെ, മൊറാലിറ്റി ആവട്ടെ, ലോജിക് യുക്തിവാദമാവട്ടെ, ഇതെല്ലാം നമ്മൾ എന്തിനാണ്, ബെക്കന്റെ അഭിപ്രായങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? ബെക്കൺ, അക്കോർഡിംഗ് ടു ദ ബെക്കന്റെ അഭിപ്രായത്തില് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ്, അല്ലെ? ഇത്ര ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകൾ പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ബെക്കന്റെ അഭിപ്രായത്തിൽ എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ഹിസ്റ്ററി ഡെവലപ്മെന്റ് വിസ്ഡം. നോക്കിക്കോളൂ, നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞത് എന്താണ്, ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെവലപ്പ് വിസ്ഡം മീൻസ് വയസ്സ്, ബുദ്ധി നമുക്ക് എന്താണ്, ജ്ഞാനം കൂടുകയാണ്, അല്ലെ? ഹിസ്റ്ററിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ജ്ഞാനം തരുന്നത്. മീൻസ് എന്താണ്, പണ്ടേ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം പഠിച്ച് ഹിസ്റ്ററി പരമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്കൊരു ബുദ്ധി വികസനം, ജ്ഞാനം, പണ്ട് കാലത്തിലുള്ള കുറച്ചുള്ള അറിവുകൾ നമുക്ക് പണ്ടത്തെ കാലത്തെ കുറിച്ചും നമ്മളിപ്പോ കൊണ്ടുപോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഹിസ്റ്ററി, ജ്ഞാനത്തെ കുറിച്ച്, അല്ലെ? ജ്ഞാനം നമുക്ക് കിട്ടുന്നത് ഹിസ്റ്ററിയിൽ എന്നാണ് പറയുന്നത്. വൈൽ പോയട്രി എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ്സ് വൺ വിറ്റ്, നമ്മുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് എന്താണ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ വൺസ് വിറ്റ്, നമ്മുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കുവാന് പോയട്രി കൊണ്ട് സാധിക്കുന്നു, അല്ലെ? നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇത് ജ്ഞാനം മാത്രം കിട്ടിയാൽ നമുക്ക് എന്താണ് ഒരു ബുദ്ധിശക്തി നമുക്ക് ഉത്തേജിപ്പിക്കുക വെച്ചാൽ അത് നമുക്ക് ഓരോ ഇമേജിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കൂടുതൽ ആശയങ്ങൾ നമുക്ക് പറയാം. അതൊക്കെ നമുക്ക് കിട്ടുന്ന എന്തിലൂടെയാണ്, നമ്മുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ടെന്ന് പറയുന്നു, നമ്മുടെ പോയട്രിക്ക് ഉണ്ടെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, മാത്തമാറ്റിക്സ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു കൾട്ടിവേറ്റ് പ്രിസിഷൻസ്. അടുത്ത പറഞ്ഞ മാത്തമാറ്റിക്സ് നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, അത് നമ്മുടെ എബിലിറ്റി ടു കൾട്ടിവേറ്റ് പ്രിസിഷൻസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലുണ്ട് കൃത്യനിഷ്ഠ പാലിക്കാൻ. കൃത്യനിഷ്ഠ എന്തെങ്കിലും ഏതൊരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃത്യനിഷ്ഠ വേണം, അല്ലെ? അപ്പൊ ഈ കൃത്യനിഷ്ഠ, സമയം കറക്റ്റ് ആയിട്ട് രീതി ചെലവഴിക്കുക, ഇന്ന കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്യുക, അല്ലെ? നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ അടുക്കും ചിട്ടയും കൊണ്ടുവരുന്നത്, കൃത്യത കൊണ്ടുവരുന്നത് എന്തിലൊന്നാണെന്ന് പറയുന്നു, നമ്മുടെ മാത്തമാറ്റിക്സിൽ എന്നാണ് പറയപ്പെടുന്നു. അടുത്ത്, ആൻഡ് നാച്ചുറൽ ഫിലോസഫി ഇംപ്രൂവ്സ് വൺസ് ഇന്റലക്ട്, മോറൽസ് മാക്സ് ടു പേഴ്സൺ, സോളമൻ
while the study of logic and promotes broader knowledge. പിന്നെ എന്തിനൊക്കെയാണ് നമുക്ക് നാച്ചുറൽ ഫിലോസഫി മീൻസ് എന്താണ് തത്വശാസ്ത്രങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ വികസിപ്പിക്കുന്ന അല്ലെ ബുദ്ധി അതുപോലെ തന്നെയാണ് തത്വശാസ്ത്രങ്ങളും ഹിസ്റ്ററിയൊക്കെ എന്താണ് എല്ലാം ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിൽ സംഭവിക്കുന്നത്. പിന്നെ മോറൽസ് നമുക്ക് എന്താണ് ഒരു മനുഷ്യനെ ധാർമ്മികത എന്തെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യങ്ങൾ സൊളീം അല്ലെ അതെല്ലാം ഗൗരവമുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ എന്ത് സഹായിക്കുന്നു നമ്മുടെ മൊറാലിറ്റി അല്ലെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദ സ്റ്റഡി ഓഫ് ലോജിക് ആൻഡ് പ്രൊമോട്ട്സ് ബ്രോഡർ നോളജ്. പിന്നെ നമുക്ക് ഒരു ലോജിക് യുക്തി എന്താണ് നമുക്ക് ഒരു യുക്തിക്കനുസരിച്ച് യുക്തിവാദം പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു യുക്തിക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രവർത്തിക്കണമെങ്കിൽ അതെന്താ യുക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ ഇത്രയും നമ്മുടെ സ്റ്റഡീസില് ഈ എല്ലാ ബെനഫിറ്റ്സും ഒരു മനുഷ്യന് എല്ലാ ബെനഫിറ്റ്സും കിട്ടുന്നത് ഇതേപോലത്തെ പല ഒരേ തരത്തിലുള്ള ടേസ്റ്റുള്ള ടെക്സ്റ്റുകളിൽ നിന്നല്ല പല ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി മാത്സ് ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിൽ എല്ലാം വേണം അല്ലെ നമുക്ക് ബുദ്ധി വേണം ജ്ഞാനം വികസിപ്പിക്കണം കൃത്യത വേണം ഇതെല്ലാം ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഓരോ എൻവയോൺമെന്റിലുള്ള ഓരോ ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ബക്കൺ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ബക്കൺ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് subjects. Okay, next question. According to Bacon, the exercise of bowling and shooting are good for which diseases? എന്തൊക്കെ രോഗങ്ങൾക്കാണ് ബൗളിങ്ങും ഷൂട്ടിങ്ങും നല്ലതെന്നാണ് പറയുന്നത്? നമുക്കറിയാം പല രോഗങ്ങൾക്ക് നമുക്ക് ഒരു രോഗം വന്നാൽ പല ഡോക്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള വ്യായാമ മുറകളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ ബൗളിങ്ങും ഷൂട്ടിങ്ങും കൊണ്ട് എന്തൊക്കെ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസ് ഒക്കെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് ബക്കൺ അഭിപ്രായപ്പെടുന്നു. അക്കോർഡിംഗ് ടു ബക്കണിന്റെ അഭിപ്രായത്തിൽ ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ ഡിസീസസ് ഫോർ ബ്ലാഡർ ആൻഡ് കിഡ്നീസ് while shooting is good for diseases for lungs and breast. നോക്കിക്കോളൂ ഇത് ബക്കന്റെ അഭിപ്രായത്തിൽ ബൗളിംഗ് എന്ന് പറയുന്നത് ബ്ലാഡർ പരമായിട്ട് അതായത് മൂത്രാശയ രോഗങ്ങൾ പരമായിട്ടും വൃക്കരോഗം കിഡ്നി പരമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് എന്ന് ഫിലോസഫർ പറയുന്നുണ്ട്. എന്തിനൊക്കെയാണ് ബൗളിംഗ് എന്തിനൊക്കെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട് മൂത്രാശയപരമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ കിഡ്നി സംബന്ധിച്ച രോഗങ്ങൾക്കും ബൗളിംഗ് എന്ന് പറയുന്ന ആ ഒരു എക്സർസൈസ് നല്ലതാണ്. പിന്നെ ഷൂട്ടിംഗ് ഈസ് ഗുഡ് ഫോർ ഡിസീസസ് ഓഫ് ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. നമ്മുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ശ്വാസകോശ രോഗങ്ങൾക്കും പിന്നെ അതുപോലെ സ്തന രോഗങ്ങൾക്കും സ്തനാർബുദം പോലത്തെ സ്തന രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ആ ഒരു ഡിസീസിനൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു എക്സർസൈസ് ആണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഷൂട്ടിങ്ങും ബൗളിങ്ങും നമ്മുടെ ഡിസീസസിന് എന്തൊക്കെ തരത്തിലുള്ള എക്സർസൈസ് ആണ് നൽകുന്നത് എന്നാണ്. എന്തൊക്കെയാണ് ബൗളിംഗ് എന്ന് പറയുന്നത് ബ്ലാഡറിനും കിഡ്നീസ് എന്ന് പറയുന്ന അതിനുള്ള വരുന്ന മിക്ക അസുഖങ്ങൾക്കും നല്ലതാണ്. പിന്നെ എക്സർസൈസ് നല്ലതാണ്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഡിസീസസ് ഓഫ് ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ഓക്കെ ഇതിനൊക്കെ ഇത് ഷൂട്ടിംഗ് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ മാൻസ് വിക്ട് ഈസ് വണ്ടറിംഗ് വാട്ട് വിൽ ബക്കൺ സജസ്റ്റ് ടു ദിസ്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് എങ്ങനെ അതാണ് വണ്ടറിങ് ചെയ്ത് നടക്കുന്നത്. ഒരാളെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് വെച്ചാല് നമ്മളിങ്ങനെ വഴിയെ പോകുമ്പോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നല്ല നമ്മുടെ ഫിലോസഫർ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരടുക്കും ചിട്ടയില്ല. നമുക്ക് എന്ത് ചെയ്യണം അത് ഏത് സമയത്ത് ചെയ്യണം നമുക്ക് എന്താണ് നമ്മുടെ മനസ്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ആളിന് എന്തൊക്കെയാണ് ഒരു ഇങ്ങനെ നമുക്ക് ബക്കൺ സജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് വാണ്ടറിങ് മീൻസ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫിലോസഫർ ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് റോഡിൽ കൂടെ നടക്കുക എന്നതുണ്ടല്ല. നമ്മുടെ മനസ്സിന് ഒരു കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് പകുതിയിൽ വെച്ചിട്ട് തോന്നും അയ്യോ അത് വേണ്ട അതിന് ഒരു ക്വാളിറ്റി ഇല്ല നെക്സ്റ്റ് ഞാൻ ഒന്ന് വേറെലോട്ട് പോകും. ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും വേറെ ഒന്നിലോട്ട് പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എനിക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്റെ മനസ്സ് പലവിധ ചിന്തകൾ അതല്ലേ ഇതല്ലേ അതെന്ന് പറഞ്ഞിട്ട് ഒരു ചിന്ത ഇങ്ങനെ നമ്മുടെ മനസ്സ് എന്താണ് അലങ്കോലമായിട്ടിരിക്കും. അതിന് നമ്മുടെ ബക്കൺ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് നോക്കുന്നത്. Bacon suggests the study of mathematics as the care for the wandering minds. Because of the man's might wonders as the tries to solve a problem, he will have a begins again. എന്താണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സുകൾക്ക് ശാശ്വതമായിട്ട് നല്ലത് മാത്തമെറ്റിക്സ് പരമായിട്ടുള്ള കെയറിംഗ് ആണ്. അതാണ് ബക്കൺ സജസ്റ്റ് ചെയ്തതാണ്. മാത്തമെറ്റിക്സ് ആണ്
ബെക്കൺ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, അത് നമ്മൾ പഠിക്കുക. ഒരാളുടെ മനസ്സ് പല പല പ്രശ്നങ്ങൾ ഉണ്ടടക്കം അല്ലെ, പല പല പ്രശ്നങ്ങൾ പ്രോബ്ലംസ്, നമ്മുടെ ഒരു മനസ്സ് പ്രശ്നങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സ് ഒരു പ്രശ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രോബ്ലംസിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തില്ല. നമുക്ക് അതിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലും വരും. അപ്പൊ അതിനും കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താവും, ഭയങ്കര അല്ല ഇറിറ്റേറ്റ് ആവും. അപ്പൊ നമുക്ക് എന്താ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോ ബക്കൺ സജസ്റ്റ് ചെയ്യുന്നത് മാത്തമെറ്റിക്സ് ആണ്. കാരണം മാത്തമെറ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്, മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലംസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഒരു മാത്തമെറ്റീഷ്യൻസ് എന്ത് ചെയ്യും, അതിനെ ഏത് വിധേനയും സോൾവ് ചെയ്ത് കറക്റ്റ് എത്തിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാത്തമെറ്റിക്സ് പരമായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ ഒരു കടിഞ്ഞാണിട്ട് പിടിച്ചിട്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ബക്കൺ പറയുന്നത്. ഓക്കെ, ഏകദേശം ഞാൻ ഒരു ഐഡിയ ഈ ചാപ്റ്ററിനെ കുറിച്ച് സമ്മറിയും പറഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ഒരു സ്റ്റഡീസിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫർ ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നല്ലൊരു സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തേലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമന്റ് രൂപത്തിൽ ചോദിക്കുന്നതാണ്. പിന്നെ നോട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലും ചോദിക്കുക. നമുക്ക് എല്ലാവരും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് മാർച്ചിലേക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് കവർ ചെയ്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത് വരുന്ന ക്ലാസ്സിൽ എന്ന് പറയുന്നത് അടുത്ത ഒരു TMS നമുക്ക് തിയറി പോർഷനുമായിട്ട് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും